ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച യുവാവിന് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഭക്ഷണശാല അടച്ചുപൂട്ടി. മലപ്പുറം എടപ്പാൾ ഹോസ്പിറ്റലിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച യുവാവിനാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. വൃത്തിഹീനമായ രീതിയിൽ സമീപത്ത് പ്രവർത്തിച്ച മറ്റൊരു ഭക്ഷണശാലയും അധികൃതർ അടച്ചുപൂട്ടി. ആളുകൾക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അടച്ചേക്കാം. ശരിയാക്കിട്ടേ ഈ സ്ഥല സൗകര്യമൊക്കെ ഒന്നും ആവട്ടെ. പിന്നെ നമുക്ക് എവിടുന്നാ വരുന്നത്? കഴിഞ്ഞ ദിവസമാണ് സംഭവങ്ങളുടെ തുടക്കം. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച പൊന്നാനി അത്താണി സ്വദേശിക്കാണ് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായത്. തുടർന്ന് ആരോഗ്യവകുപ്പും സുരക്ഷാ വകുപ്പും ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു. എടപ്പാൾ ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലിലായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതരുടെ പരിശോധന. ഭക്ഷണം കഴിച്ച യുവാവ് എടപ്പാൾ ഹോസ്റ്റലിൽ ഡോക്ടറെ കാണിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധയെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. തുടർന്ന് യുവാവ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും മിന്നൽ പരിശോധന നടത്തി. പഴകിയതും വൃത്തിഹീനമായതുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഭക്ഷണശാല അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ UM ദീപ്തി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീഷ് അയ്യാപ്പിൽ, KG നിനു, വട്ടക്കുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PP നജ്മത്ത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. എടപ്പാളില് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളിൽ അതുപോലെ കഴിക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു പരാതിയെ തുടർന്നിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ പഞ്ചായത്തും ഒക്കെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയത്. അപ്പോൾ നമ്മൾ ചില ഭക്ഷണശാലകൾ പരിശോധിച്ചതിൽ പരാതിയിൽ കഴമ്പുള്ളതായിരുന്നു ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗികമായിട്ട് അടപ്പിക്കുകയും അതുപോലെ തന്നെ ഫൈൻ ഈടാക്കാൻ വേണ്ടിയിട്ട് ശുപാർശയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയോടെ ആരംഭിച്ച പരിശോധന 8 മണിയോടുകൂടിയാണ് അവസാനിപ്പിച്ചത്. വൃത്തിഹീനമായ രീതിയിൽ സമീപത്ത് പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഭക്ഷണശാലയും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. അടച്ചുപൂട്ടിയ ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരിൽ നിന്നും പിഴ ഈടാക്കി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലബാർ ടൈംസ്, എടപ്പാൾ.